നമ്മൾ യോഗയിലും മെഡിറ്റേഷനിലൊക്കെ കേട്ടൊരു കാര്യമാണ് ദ തേർഡ് ഐ, അതായത് മൂന്നാം കണ്ണ്. ഒരു മാജിക്കൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ പവറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഫോക്കസ് നമ്മുടെ തേർഡ് ഐ, അതായത് മൂന്നാം കണ്ണിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. ഹിന്ദു ഫിലോസഫിയിലുള്ള കുറേ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അത് നിങ്ങളോട് ഷെയർ ചെയ്യാനും ആണ് ഞാൻ വരുന്നത്. അപ്പം ഇന്ന് നമുക്ക് ശരിക്കും ദ തേർഡ് ഐ, അതായത് മൂന്നാം കണ്ണ് എന്താണ് എന്ന് മനസ്സിലാക്കാം. കുറേ ഏൻഷ്യൻറ്റ് സ്ക്രിപ്റ്റേഴ്സിൽ നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഐബ്രോസ്, രണ്ട് ഐബ്രോസിൻ്റെ ഇടയ്ക്കുള്ള പോയിൻ്റാണ് മൂന്നാം കണ്ണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫ്യൂച്ചർ, അതായത് നമുക്ക് ഇൻറ്റ്യൂഷൻസ് വരുന്നതും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതും നമുക്കിങ്ങനെ ഒരു പെട്ടെന്ന് വരുന്ന തോന്നലൊക്കെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അതിന് ശരിക്കും എന്തെങ്കിലും സയൻറ്റിഫിക്, അതായത് എന്തെങ്കിലും ഒരു റിയൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ ബ്രെയിനിൻ്റെ സെൻട്രൽ പോർഷനിലാണ് പീനിയൽ ഗ്ലാൻഡ്. ആ ഒരു ഗ്ലാൻഡാണ് നമുക്ക് ഒരു 24 hours നമുക്ക് ഉറങ്ങണമെന്നും നമുക്ക് എണീക്കണമെന്നും നമുക്ക് വിശപ്പും നമ്മുടെ ഡൈജഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോയിന്റ്, ഈ ഒരു ഗ്ലാൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോക്കസ് കൂട്ടാനും നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗ്ലാൻഡിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റാണ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അപ്പോൾ ലൈറ്റ് അടിക്കുമ്പം ഈ ഒരു പോർഷൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ച ഉടനെ ഈ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ആവും. അതായത് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും, നമുക്ക് റെസ്റ്റ് മോഡിൽ, നമുക്ക് മെഡിറ്റേറ്റീവ് മോഡിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. ശരിക്കും ഏൻഷ്യൻറ്റ് പുരാണത്തിലൊക്കെ എഴുതിയത് ഈ മൂന്നാം കണ്ണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ തുറക്കണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ പീനിയൽ ഗ്ലാൻഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ യോഗ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഉറക്കം, നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റും. യോഗ ചെയ്യുന്ന ആൾക്കാരും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയും ഓപ്പൺ യുവർ തേർഡ് ഐ എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം ശരിക്കൊരു കണ്ണ് തുറക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ നമ്മുടെ സെൽഫ് അവെയർനെസ് കൂട്ടണം എന്നും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ അതെല്ലാം ഈ ഒരു പോയിന്റിലാണ്. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിളായിട്ടുള്ള 2 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യമാണ് പറഞ്ഞ പോലെ മെഡിറ്റേഷൻ. നമുക്ക് ഒരുപാട് നേരം എന്നും മെഡിറ്റേറ്റ് ചെയ്യണമെന്നില്ല. ഒരു 10 minutes രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ 10 minutes എപ്പോഴായാലും നമ്മളൊന്ന് സൈലൻ്റായി ഇരുന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പം നമ്മുടെ പ്രീ ഫ്രണ്ടൽ ബ്രെയിൻ, ഈ ഒരു പാർട്ടാണ് ആക്ടിവേറ്റ് ആവുന്നത്. ഈ പാർട്ടാണ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പ്രോപ്പർ സ്ലീപ്പ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിരിക്കും, ഒട്ടും സ്ട്രെസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് പറയാനുള്ള കാര്യം, ഈ പീനിയൽ ഗ്ലാൻഡ് ശരിക്ക് ഫുള്ളായിട്ട് ഫങ്ഷൻ ആവണമെങ്കിൽ നമ്മൾ ലൈറ്റ്സ് ഒന്നും പാടില്ല, നല്ല ഉറക്കം കിട്ടണം, നല്ല ഒട്ടും വെളിച്ചമില്ലാത്ത റൂമിൽ കിടന്നുറങ്ങണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില പിള്ളേർ രാത്രി ഫുൾ നൈറ്റ് നല്ല ഉറക്കം കിട്ടുവാണെങ്കിൽ അടുത്ത ദിവസം ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കര ഷാർപ്പായിരിക്കും. പക്ഷെ സെയിം ടൈം ഉറക്കമൊന്നും ശരിയായില്ലെങ്കിൽ രാവിലെ അടുത്ത ദിവസം നല്ല ഒരു ക്രാങ്കി, ഒരു ബുദ്ധിമുട്ടുള്ള മൂഡായിരിക്കും. അപ്പം അതിന് റീസൺ ഇത് തന്നെയാണ്. നമുക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഫങ്ഷൻസ്
കറക്റ്റായിട്ട് നടക്കില്ല. അപ്പം ശരിക്കും നമുക്ക് ഒരു സയൻസ് ഇല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, പഴയ ഒരു വിശ്വാസം, അതൊരു വിശ്വാസം മാത്രമായിട്ട് വെക്കണമെന്നില്ല. ഇപ്പം ചില ആൾക്കാർക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. ഓക്കെ, സയൻസ് ആണ്, ഇതിലൊരു റിയാലിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ താല്പര്യമുണ്ടാവും. അപ്പം ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെന്നില്ല, രണ്ടും ചൂസ് ചെയ്യാം. പക്ഷെ ദ മെയിൻ തിങ് ഈസ് നമ്മൾ എങ്ങനെ നമ്മുടെ ബോഡീനെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് ഓപ്പൺ ചെയ്ത്, നമ്മുടെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് നമ്മൾ കൂടുതൽ സെൽഫ് അവെയർ ആവാൻ പറ്റുന്നു, നമ്മുടെ ബോഡി നമ്മളെ എപ്പോഴും താങ്ക് ചെയ്യും അല്ലേ. നമ്മൾ സെൽഫ് കെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പം മെഡിറ്റേഷൻ ആണെങ്കിലും യോഗയാണെങ്കിലും ഒക്കെ ഒരു 5 minutes 10 minutes വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.